Good morning to all. Welcome to the second session on digital communication. Today we have with us Rose Catherine Ma'am, lecturer in electronics, Government Polytechnic College, Perumbavoor, as a speaker. I welcome you, ma'am, to the session. Okay, thank you, ma'am, for introduction. Welcome all attendees to this section. In the first digital communication section, Jilna Miss explained concepts about communication, sampling theorem, and signals fantastically. Let us start this section with the term communication. What is meant by communication? Communication means sharing some information or data between 2 points. The sending point is known as transmitter, and the point from where we are receiving is known as receiver. The transmitter sends the signals through medium and receiver receives the signals and process it. Okay, this is the communication. Okay, next question is, what is the basic block diagram of communication system? Let us see. When we take any communication system, it has two sections. One is transmitter, another one is receiver. അല്ലേ, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് തന്നെ എടുക്കും. ഞാനിവിടെ GPTC പെരുമ്പാവൂരിൽ നിന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. നിങ്ങൾ ഓരോ അറ്റൻഡീസും നിങ്ങളുടെ പ്ലേസിൽ നിന്ന് ക്ലാസ് ലിസൺ ചെയ്യുന്നു. അപ്പോൾ മൈ സൈഡ് ഈസ് ട്രാൻസ്മിറ്റർ ആൻഡ് യുവർ ആർ റിസീവേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു ഇൻഫർമേഷൻ സോഴ്സ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ സോഴ്സ് എന്താ? ഇറ്റ്സ് മൈ വോയിസ് ഓർ സൗണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ വി കനോട്ട് ട്രാൻസ്മിറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ബ്ലോക്ക്, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ, വിച്ച് കൺവേർട്ട് അവർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് വോയിസ് ഇൻ ടു സം ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി ലെസ്. Therefore, we need an amplifier to amplify the weak signals. This amplifier amplifies and fed to a modulator. Modulator എന്താ ചെയ്യുന്നത്? Modulator modulates the signal. Modulation process is done in a block modulator and transmitted through the channel. Channel means any medium that may be wired or wireless. Wired ആണെങ്കിൽ twisted pair, coaxial cable, optical fiber, all are channels. ചാനൽ വെച്ച് നമുക്ക് ത്രൂ ഒരു ചാനലിലൂടെ നമ്മളൊരു സിഗ്നൽ ഏത് പാസ് ചെയ്താലും കുറച്ച് നോയ്സസ് ഇൻഡ്യൂസ്ഡ് ആവും. നോയ്സസ് പ്ലസ് സിഗ്നൽസ് ആയിരിക്കും നമ്മുടെ റിസീവിങ് സൈഡിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ റിസീവിങ് സൈഡിലെ ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് തന്നെ ഒബ്വിയസ് ആണ്, ഇത് ട്രാൻസ്മിറ്റർ പ്രോസസ്സിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് റിസീവിങ് സൈഡിൽ ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്രോസസ് കണ്ടക്റ്റഡ് ഓൺ ട്രാൻസ്മിറ്റർ ഈസ് മോഡുലേഷൻ. ദെൻ ഇൻ ദ റിസീവർ സൈഡ് first process is demodulation. First we demodulate the signal and amplify the signal, and next is the output transducer. Output transducer എന്തായിരിക്കും ചെയ്യുന്നത്? ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഹെഡ്സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഇൻഫർമേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ജനറിക് ബ്ലോക്ക് ഡയഗ്രാം ആണ്. നമ്മൾ ഓരോ അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഓരോ ബ്ലോക്സ് ഇൻക്ലൂഡ് ആവും. ഒരു ജനറിക് ബ്ലോക്ക് ഡയഗ്രാം ഞാൻ എടുക്കുന്നതെന്നുള്ളൂ. ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എടുത്താലും നമുക്ക് രണ്ട് ബ്ലോക്സ് ഇന്നെവിറ്റബിൾ ആണ്. വിച്ച് ആർ ദേ? മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. അല്ലേ, ഒരു മോഡുലേഷൻ ചെയ്യാതെ നമുക്കൊരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ള എല്ലാം നമ്മൾ S3 കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റബിൾ പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ. എന്താണ് മോഡുലേഷൻ? ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് വൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാരിയർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ ഉണ്ട്. മെസ്സേജ് സിഗ്നൽ എന്താണെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഏതൊരു സിഗ്നലും അതിലൊരു ഡാറ്റ, ഒരു ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മെസ്സേജ് സിഗ്നൽ. ആ മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കാരിയർ വേവിൻ്റെ എനി വൺ ഓഫ് ദി പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനി വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് വേരി ചെയ്യുവാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് മോഡുലേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു മോഡുലേഷൻ ചെയ്യുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ മോഡുലേറ്റർ എന്ന് പറയുന്നത്. ഒരു മോഡുലേറ്റർ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം.
Modulator block mainly two inputs, which are the modulating signal and a carrier signal. And output of modulator is known as modulated signal. ഇതെപ്പോഴും മോഡുലേറ്റിംഗ് സിഗ്നലും മോഡുലേറ്റഡ് സിഗ്നലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. മോഡുലേറ്റിംഗ് സിഗ്നൽ മീൻസ് ഇറ്റ് ഈസ് ദി മെസ്സേജ് സിഗ്നൽ. നമ്മൾക്ക് ഏത് സിഗ്നലാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, മെസ്സേജ് കണ്ടെയ്ൻ ചെയ്യുന്ന സിഗ്നൽ, അതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഒരു മോഡുലേറ്ററിന് രണ്ട് ഇൻപുട്ടാണുള്ളത്. ഒരു മോഡുലേറ്റിംഗ് സിഗ്നലും ഉണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലും ഉണ്ട്. ഓക്കെ, depending upon the nature of modulating signal and carrier signal, we can classify the modulation process. First of all, basic classification is depending upon modulating signal nature. If modulating signal is analog nature, then modulation is known as analog modulation. If modulating signal is digital nature, that is bits ones and zeros, then the modulation is known as digital modulation. This is the basic classification of a modulation. Again, this analog modulation can again classified into two. This classification is based on the nature of carrier signal. Carrier signal inde nature വെച്ചിട്ടാണ് അനലോഗ് മോഡുലേഷനെ നമ്മൾ again രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. One is continuous modulation, next one is pulse modulation. നമുക്ക് എന്താണ് continuous modulation നോക്കാം. Continuous modulation means in continuous modulation, a high frequency sinusoidal signal is used as a carrier signal. Carrier ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് എന്തായിരിക്കും? ഒരു ഹൈ ഫ്രീക്വൻസി സിനുസോയിഡൽ സിഗ്നൽ ആയിരിക്കും. നിങ്ങൾ S3-ലെ എല്ലാ മോഡുലേഷൻ സ്കീംസിലും നിങ്ങൾ യൂസ് ചെയ്തത് ഒരു ഹൈ ഫ്രീക്വൻസി സിനുസോയിഡൽ സിഗ്നൽ ആണ്. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ, എനി വൺ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് സിനുസോയിഡൽ സിഗ്നൽ ഈസ് വേരിയഡ്. ഏതൊക്കെ പ്രോപ്പർട്ടി നമ്മൾ വേരി ചെയ്തിട്ടുണ്ട്? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഓർ ഫേസ്, അല്ലേ? അപ്പോൾ ഏതൊക്കെയായിരുന്നു നിങ്ങൾ കണ്ട കണ്ടിന്യൂസ് മോഡുലേഷൻസ്? These are amplitude modulation, frequency modulation, and phase modulation. Okay, just to check the waveforms. ഇതാണ് ഒരു കാരിയർ സിഗ്നൽ കൺസിഡർ ചെയ്യുക. ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ, സിനുസോയിഡൽ സിഗ്നൽ, then a message signal that is low frequency. And this is the waveform of AM modulated signal. Okay, ഇതിൽ നിന്ന് ഒബ്വിയസ് ആണ്. എന്താണ്? നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് വേരിയിങ്. എന്തിനനുസരിച്ച് വേരി ചെയ്യുന്നു? ഇൻ അക്കോർഡൻസ് വിത്ത് ദി മെസ്സേജ് സിഗ്നൽ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് whenever message signal amplitude becomes low, modulated signal amplitude also becomes low. At a maximum amplitude of message signal, we get a maximum amplitude at a modulated signal. This is the AM signal. That is, we are varying the amplitude of carrier signal. നെക്സ്റ്റ് ഇസ് ദി FM സിഗ്നൽ. FM സിഗ്നൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ എന്താണ്? ഫ്രീക്വൻസി ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് വേരിയിങ്. വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് എ പോയിന്റ് കറസ്പോണ്ടിങ് ടു ഹൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഫ്രം ദിസ് പോയിന്റ്, വെൻ വി മൂവ്സ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡിക്രീസിങ്. FM സിഗ്നൽ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആ പോയിന്റിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ FM സിഗ്നലിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ് ആൻഡ് വി വിൽ ഗെറ്റ് എ മിനിമം ഫ്രീക്വൻസി അറ്റ് ദിസ് ടൈം, ദാറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു ദി മിനിമം വോൾട്ടേജ് ഓഫ് മെസ്സേജ് സിഗ്നൽ, അല്ലേ? അപ്പം ഇതിടെ കാരിയർ സിഗ്നലായ ഹൈ ഫ്രീക്വൻസി സിനുസോയിഡൽ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുവാണ് ഡിപ്പെൻഡിങ് അപ്പോൺ മോഡുലേറ്റിംഗ് സിഗ്നൽ. ദിസ് ഈസ് ദി കണ്ടിന്യൂസ് മോഡുലേഷൻ. ഇത് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് S3-ൽ. നെക്സ്റ്റ് വൺ ഈസ് ദി പൾസ് മോഡുലേഷൻ. എന്താണ് പൾസ് മോഡുലേഷൻ? ആ നെയിം ഇറ്റ് സെൽഫ്, ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. എന്താണ്? ഹിയർ പൾസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ആസ് എ കാരിയർ സിഗ്നൽ. ഇൻസ്റ്റെഡ് ഓഫ് സിനുസോയിഡൽ സിഗ്നൽ, പൾസ് മോഡുലേഷൻ വി ആർ യൂസിങ് പൾസ് സിഗ്നൽസ് ആസ് എ കാരിയർ സിഗ്നൽ. അപ്പോൾ ഇവിടെ എഗെയിൻ നമുക്ക് പൾസ് മോഡുലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അനലോഗ് പൾസ് മോഡുലേഷൻ ആൻഡ് ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇഫ് മോഡുലേറ്റഡ് സിഗ്നൽ ക്യാരക്ടർ ഈസ് ഓർ ഇറ്റ്സ് നേച്ചർ ഈസ് അനലോഗ്, then it is known as analog pulse modulation. If modulated signal is pure digital form, that is bits ones and zeros, we can call it as digital pulse modulation. Under the analog pulse modulation, again 3 schemes.
മൂന്ന് സ്കീംസ് ഉണ്ട്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, then pulse position modulation. Under the digital pulse modulation, again we have three: delta modulation, pulse code modulation, adaptive delta modulation. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡ് കംപ്ലീറ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് പൾസ് മോഡുലേഷൻ ടെക്നിക്സ് ആണ്. അനലോഗ് പൾസ് മോഡുലേഷൻ ആൻഡ് ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അനലോഗ് പൾസ് മോഡുലേഷനിലെ ഫസ്റ്റ് സ്കീം കൺസിഡർ ചെയ്യാം. അതായത് pulse amplitude modulation or PAM. This is a total type of modulation. Okay, what is PAM? PAM is a pulse modulating scheme in which amplitude of each pulse varies in accordance with instantaneous amplitude of message signal. എന്നുവെച്ചാൽ എന്താണ്? നമ്മളുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഇൻ അക്കോർഡൻസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് എന്താ വേരി ചെയ്യുന്നത്? പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. കാര്യം ഇവിടെ കാരിയർ എന്ന് പറയുന്ന പൾസാണ്. അപ്പോൾ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് PAM സിഗ്നലിൽ നമ്മൾ വേരി ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ദിസ് ഈസ് ദി PAM വേവ് ഫോം. ഒരു സൈൻ വേവ്, ലോ ഫ്രീക്വൻസി സൈൻ വേവ് മെസ്സേജ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ pulse stream is carrier signal. PAM സിഗ്നൽ എങ്ങനെയായിരിക്കുന്നത്? ഫസ്റ്റ് പൾസ് കൺസിഡർ ചെയ്യുക. ഈ ഫസ്റ്റ് പൾസിൻ്റെ ടൈമിൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ദിസ് വൺ ആൻഡ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കറസ്പോണ്ടിങ്ലി ഡിക്രീസസ് അക്കോർഡിംഗ് ടു ദി ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ആൻഡ് കൺസിഡറിംഗ് ദി നെക്സ്റ്റ് പൾസ്, അറ്റ് ദി ടൈം ഓഫ് നെക്സ്റ്റ് പൾസ് മെസ്സേജ് സിഗ്നൽ വോൾട്ടേജസ് ഇൻക്രീസസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? PAM സിഗ്നലിൻ്റെ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഇൻക്രീസ് ചെയ്തു. അതായത് കാരിയർ പൾസിൻ്റെ ഓരോ കാരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണ് PAM സിഗ്നലിൽ. ക്ലിയർ ആണ് അല്ലേ? ഇതിൻ്റെ ഒരു ഔട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഈ മെസ്സേജ് സിഗ്നലിൻ്റെ സെയിം ഔട്ടർ തന്നെയാണ് PAM സിഗ്നലിനും ഉള്ളത്. അതാണ് ഒരു ഡോട്ടർ ലൈനായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു PAM സിഗ്നൽ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ PAM മോഡുലേറ്റർ സർക്യൂട്ട് എന്താണ് എന്നുള്ളതാണ്. ഇതാണൊരു സിമ്പിൾ PAM മോഡുലേറ്റർ സർക്യൂട്ട്. ഇതൊരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി. കൺസിസ്റ്റിംഗ് ഓഫ് ടു സ്വിച്ചസ്. വൺ ഈസ് സാമ്പിളിംഗ് സ്വിച്ച്, സെക്കൻഡ് വൺ ഈസ് ഡിസ്ചാർജിംഗ് സ്വിച്ച് ആൻഡ് എ കപ്പാസിറ്റർ. അക്രോസ് എ കപ്പാസിറ്റർ വി ആർ ടേക്കിംഗ് ദി മോഡുലേറ്റർ സിഗ്നൽ. സാമ്പിളിംഗ് സ്വിച്ചും ഡിസ്ചാർജ് സ്വിച്ചും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇനിഷ്യലി രണ്ട് സ്വിച്ചും ഓഫ് ആയിരിക്കും. നമ്മുടെ വേവ് ഫോം. ഇനിഷ്യലി ടു സ്വിച്ചസ് ആർ ഓഫ്. ഇനി കാരിയർ സിഗ്നലിൻ്റെ പോസിറ്റീവ് റൈസിങ് എഡ്ജിൽ അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജിൽ വാട്ട് ഹാപ്പൻഡ്? സാമ്പിളിംഗ് സ്വിച്ച് ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഓൺ ആവും. സാമ്പിളിംഗ് സ്വിച്ച് ഓൺ ചെയ്തു. ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? current will be flows through switch and through capacitor. ഒരു കപ്പാസിറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്ത കപ്പാസിറ്റർ എന്ത് ചെയ്യും? നാച്ചുറലി കപ്പാസിറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? അത് ചാർജ് ചെയ്യും. എങ്ങോട്ട് ചാർജ് ചെയ്യും? അതിന്റെ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്താ? നമ്മുടെ മെസ്സേജ് സിഗ്നലാണ് ഇൻപുട്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ കപ്പാസിറ്റർ എങ്ങോട്ട് ചാർജ് ചെയ്തു? നേരെ മെസ്സേജ് സിഗ്നലിന്റെ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തു. ഈ സാമ്പിളിംഗ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം വി വിൽ ടേൺ ഓഫ് ദി സാമ്പിളിംഗ് സ്വിച്ച്. ഓക്കെ, ഇത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കപ്പാസിറ്ററിൽ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ നമ്മളുടെ, ആ കപ്പാസിറ്റർ വോൾട്ടേജ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യും. കാര്യം എന്താ? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പാത്ത് ഫോർ ഡിസ്ചാർജിങ്. ഡിസ്ചാർജ് സ്വിച്ചും ഓഫാണ്, സാമ്പിളിംഗ് സ്വിച്ചും ഓഫാണ്. ഇവിടെ വരുന്ന വോൾട്ടേജിന് ഡിസ്ചാർജ് ചെയ്യാനൊരു പാത്തില്ല. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യും. ഇത് ഹോൾഡ് ചെയ്ത് കാരിയർ സിഗ്നലിൻ്റെ ട്രെയിലിംഗ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിൽ നമ്മൾ ഡിസ്ചാർജ് സ്വിച്ച് ഓൺ ചെയ്യും. ഡിസ്ചാർജ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? കപ്പാസിറ്റർ ഗെറ്റ് എ ഡിസ്ചാർജിങ് പാത്ത്. കപ്പാസിറ്റർ സഡൻലി ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് നേരെ സീറോയിലേക്കാവും. ഇങ്ങനെയാണ് നമുക്ക് ഒരു PAM സിഗ്നൽ കിട്ടുന്നത്. This process is continued for each pulse. Just എന്താ ചെയ്യുന്നത്? ആദ്യം
പോസിറ്റീവ് എഡ്ജിൽ സാമ്പിളിംഗ് സ്വിച്ച് ഓൺ ആകും. സാമ്പിളിംഗ് സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും കപ്പാസിറ്റർ ചാർജസ് ടു message signal voltage, and this voltage is held across the capacitor at the negative edge of the carrier signal. We will turn on discharge switch and capacitor suddenly discharges to 0. ഇതാണ് നമ്മളുടെ PAM മോഡുലേറ്റർ. ഇതൊരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ PAM മോഡുലേറ്റർ സിഗ്നൽ ഉണ്ടാക്കി, ഒരു മോഡുലേറ്റ് ചെയ്തൊക്കെ സിഗ്നൽ ഉണ്ടാക്കി ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യണമെങ്കിൽ ഒരു ഡിമോഡുലേറ്റർ വേണം. എന്താണ് ഡിമോഡുലേറ്റർ? PAM ഡിമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ 2 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹോൾഡിംഗ് സർക്യൂട്ട്, സെക്കൻഡ് വൺ ഈസ് ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ഹോൾഡിംഗ് സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു സിമ്പിൾ ഹോൾഡിംഗ് സർക്യൂട്ട് consisting of a switch S and a capacitor C. Okay, initially switch S close ആയിരിക്കും. ഈ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ PAM സിഗ്നലിൻ്റെ പൾസസ് ആണ്. PAM സിഗ്നലിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ അല്ലെങ്കിൽ റൈസിങ് എഡ്ജിൽ സ്വിച്ച് ഓൺ ആവും, ഫോളിംഗ് എഡ്ജിൽ സ്വിച്ച് ഓഫ് ആവും. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു പോസിറ്റീവ് എഡ്ജ് കൺസിഡർ ചെയ്യുക. PAM സിഗ്നലിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ സ്വിച്ച് ഓൺ ആയി. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നാച്ചുറലി കറണ്ട് വിൽ ഫ്ലോ ഫ്രം ഇൻപുട്ട് ത്രൂ കപ്പാസിറ്റർ ടു ഗ്രൗണ്ട്. കപ്പാസിറ്റർ നോർമലി ചാർജ് ചെയ്യും. കപ്പാസിറ്റർ എങ്ങോട്ട് ചാർജ് ചെയ്തു? കപ്പാസിറ്റർ നേരെ അതിൻ്റെ PAM പൾസിൻ്റെ പീക്ക് വാല്യൂവിലേക്ക് ചാർജ് ചെയ്യും. ചാർജ് ചെയ്തിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്ത് എവിടം വരെ നിൽക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PAM സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജിൽ നമ്മൾ സ്വിച്ചിനെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിലൊരു ചാർജ് ഉണ്ട്, പക്ഷേ അതിന് ഡിസ്ചാർജ് ചെയ്യാൻ പാത്തില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തും. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ് അപ് ടു നെക്സ്റ്റ് പൾസ് പോസിറ്റീവ് എഡ്ജ്. നെക്സ്റ്റ് പൾസ് പോസിറ്റീവ് എഡ്ജ് വരെ കപ്പാസിറ്റർ ഈ വാല്യൂ ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യും? സ്വിച്ചിനെ ഓൺ ചെയ്യിക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? കപ്പാസിറ്റർ വോൾട്ടേജ് ഗോസ് ടു ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് PAM സിഗ്നൽ. എന്ത് ചെയ്യും? ഇവിടുത്തെ PAM സിഗ്നൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫസ്റ്റ് PAM സിഗ്നൽ പൾസ് വോൾട്ടേജ്. ഇറ്റ് ഗോസ് ടു ദാറ്റ് വോൾട്ടേജ് ആൻഡ് സെയിം പ്രോസസ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് പൾസ് വരുമ്പോഴത്തേക്കും ആ ഒരു വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഒരു സ്റ്റെയർ കേസ് വേവ് ഫോം കിട്ടും. ഇതായിരിക്കും ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു സ്മൂത്തൻ ചെയ്ത് നമുക്കൊരു സ്മൂത്തനിങ് വേവ് ഫോം ആയിട്ട് ഔട്ട് ചെയ്യും. ലോ പാസ് ഫിൽറ്റർ എന്താണ്? ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, ഹൈ ഫ്രീക്വൻസിയെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഇതാണ് ലോ പാസ് ഫിൽട്ടർ ചെയ്യുന്നത് അല്ലേ? ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇവിടുത്തെ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമുക്കൊരു സ്മൂത്തൻ സിഗ്നൽ ഇവിടെ കിട്ടി. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ സഡൻ ട്രാൻസിഷൻസ് ചെല്ലുവാണെങ്കിൽ അതിന് സ്മൂത്തൻ ചെയ്യും. ഇവിടെ സഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താ? ഈ സ്റ്റെയർ കേസ് വേവ് ഫോമിലെ ഹൈ ടു ലോ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ലോ ടു ഹൈ ട്രാൻസിഷൻസ്. ഇതാണ് സഡൻ ട്രാൻസിഷൻസ്. ഈ സഡൻ ട്രാൻസിഷൻസിനെ ലോ പാസ് ഫിൽറ്റർ ഔട്ട് ചെയ്ത് നമുക്കൊരു സ്മൂത്തൻ വേവ് ഫോം ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഡിമോഡുലേറ്റർ സർക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ PAM മോഡുലേറ്റർ ഡിമോഡുലേറ്റർ കംപ്ലീറ്റ് ആയി നമ്മുടെ. നെക്സ്റ്റ് നമുക്ക് ഓക്കെ, ദിസ് ഈസ് എൻലാർജിങ് വേവ് ഫോം. PWM നോക്കാം. PWM എന്താ? പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിയേ. PWM is a pulse modulating scheme in which width of each pulse varies in accordance with the instantaneous amplitude of message signal. അതായത് PAM-ൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തപ്പോൾ PWM-ൽ നമ്മൾ എന്താ വേരി ചെയ്യുന്നത്? പൾസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് വേരി ചെയ്യുന്നത്? വിഡ്ത്ത് ഓഫ് ദി പൾസ് ആണ് വേരി ചെയ്യുന്നത്. എന്തിന് അക്കോർഡിംഗ് ആയിട്ട്? മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. വേവ് ഫോം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തേ.
വേവ് ഫോമിൽ നമ്മളൊരു മെസ്സേജ് സിഗ്നൽ കൺസിഡർ ചെയ്യുക, ലോ ഫ്രീക്വൻസി, ഒരു കാരിയർ പൾസ് കൺസിഡർ ചെയ്തു. ദെൻ ദിസ് ഇസ് ദി PWM സിഗ്നൽ. ഈ ഫിഗറിൽ നിന്ന് തന്നെ ഇത് ക്ലിയർ ആണ്. ഇതിന്റെ പൾസ് നോക്കി, ENT ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പൾസ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, പിന്നെ ഡിക്രീസ് ചെയ്ത് അഗൈൻ ഇൻക്രീസ് ചെയ്തു. പൾസ് വിഡ്ത്ത് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി PWM സിഗ്നൽ. ഇനി പൾസിന്റെ വിഡ്ത്തിന് എന്തിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത് നോക്കി. ഈ പോയിന്റ് ആണ് നമ്മുടെ മാക്സിമം വോൾട്ടേജ് പോയിന്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അതായത് ഈ കാരിയറിന്റെ ടൈമിലെ വോൾട്ടേജ്, ആ ടൈമിൽ ഉണ്ടാകുന്ന പൾസിന്റെ വിഡ്ത്തിനായിരിക്കും ഏറ്റവും മാക്സിമം വിഡ്ത്ത്. ഇനി ഇവിടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുകയാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്ത PWM സിഗ്നലിന്റെയും വിഡ്ത്ത് ഡിക്രീസ് ചെയ്ത് നമുക്ക് ഏത് പോയിന്റിലാണ് നമുക്ക് ഏറ്റവും മിനിമം വിഡ്ത്ത് കിട്ടുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മെസ്സേജ് സിഗ്നലിന്റെ ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദിസ് ഈസ് ദി മിനിമം വോൾട്ടേജ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PWM പൾസിന്റെ വിഡ്ത്ത് മിനിമം ആയിരിക്കും. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ ഒബ്വിയസ് ആയിട്ട് വി ക്യാൻ സേ ദാറ്റ് വിഡ്ത്ത് ഓഫ് ദി പൾസ് പ്രൊപ്പോർഷണൽ ടു ദി മെസ്സേജ് സിഗ്നൽ വോൾട്ടേജ്. ഓക്കെ, വേവ് ഫോം ക്ലിയർ ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സെയിം ക്വസ്റ്റ്യൻ അറൈസസ്, ഹൗ ക്യാൻ വി ജനറേറ്റ് എ PWM സിഗ്നൽ? ഈ ആ ഒരു സർക്യൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് LICയുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം. അതായത് 555 ICയെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് PWM വേവ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം 555ന്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് റിഫ്രഷ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് റിഫ്രഷിങ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 555 ICയുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം. 8 പിൻ IC ആണ്. ഓരോ പിൻസിന്റെ നമ്പറും നെയിമും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കൂടുതലായിട്ട്. ഈ ICയിലെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ. ഒരു 3 ഇന്റേണൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, ദിസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. നോർമലി ദി വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റേഴ്സ് ആർ 5K. അതുകൊണ്ടാണ് ഇതിനെ 555 ടൈമർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഈസ് എ കമ്പറേറ്റർ. നമുക്ക് 2 കമ്പറേറ്റർ സർക്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് കമ്പറേറ്റർ സർക്യൂട്ടിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു പിൻ 6 ത്രെഷോൾഡ് പിൻ ആൻഡ് ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു വോൾട്ടേജ് ഡിവൈഡർ. At that point, voltage is equal to 2/3 VCC. Okay. Second comparator non-inverting terminal is connected to voltage divider circuit, and voltage at that point is equal to 1/3 VCC. And inverting terminal is connected to second pin trigger. എന്താണ് കമ്പറേറ്റർ ചെയ്യുന്നത്? കമ്പറേറ്റർ ജസ്റ്റ് ഇൻപുട്ടിൽ വരുന്ന 2 വോൾട്ടേജിനെ കമ്പയർ ചെയ്യുക മാത്രമേ ചെയ്യുന്നത്. ഏതാണ് ഹയർ ഏതാണ് ലോവർ എന്നുള്ളത്. നമുക്ക് എന്തായിരിക്കും കമ്പറേറ്റർ ഔട്ട്പുട്ട്? കമ്പറേറ്റർ ഔട്ട്പുട്ട് ഓൾവേസ് പ്ലസ് Vsat ഓർ മൈനസ് Vsat. പ്ലസ് Vsat എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? പ്ലസ് Vsat നമുക്ക് ഹൈ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. എപ്പോഴാണ് നമുക്ക് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടുന്നത്? നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ആണെങ്കിൽ we will get a high voltage at the comparator output. The comparator 1ന്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് ഹൈ ആവുന്നത്? Threshold voltage, that is non-inverting voltage, greater than inverting voltage 2/3. What will be the output of comparator 1? It becomes high. ഇനി സെക്കൻഡ് കമ്പറേറ്ററിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ഹൈ കിട്ടും ഔട്ട്പുട്ടിൽ? ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ആണ് 1/3 VCC ആണ്. 1/3 VCC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ട്രിഗർ വോൾട്ടേജ്. 1/3 VCC greater than trigger voltage. At that time, we will get a high or plus Vsat at the output of second comparator. ഇങ്ങനെയാണ് കമ്പറേറ്റർ വർക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? നമുക്കൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഡിജിറ്റലിൽ നമ്മൾ പഠിച്ച സെറ്റ് ആൻഡ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് റീസെറ്റിലേക്കും സെക്കൻഡ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് സെറ്റിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. നമുക്കിവിടെ ആവശ്യമുള്ള ഇൻപുട്ട്സ് കോമ്പിനേഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ S = 1, R = 0. S1 മീൻസ് സെറ്റ് ഇൻപുട്ട് 1 ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകും. സെറ്റ് ആകുമെന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ നോർമലി പറയുന്നത് Q ഔട്ട്പുട്ടാണ്. Q ഔട്ട്പുട്ട് 1 ആവും. Q ഔട്ട്പുട്ട് 1 ആയി കഴിഞ്ഞാൽ Q bar = 0 because both are complement.
Q bar 0 ആകും. Q bar ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്തിട്ടാണ് 555ന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഔട്ട്പുട്ട് ഓഫ് 555 becomes high. Similarly, whenever R input becomes 1, what happened? R input means it's a reset input. Reset input 1 ആകും. Corresponding ആയിട്ട് SR flip flop reset ആകും. Reset ആകുമെന്ന് വെച്ചാൽ output becomes low. Then Q bar becomes high because Q and Q bar are complement to each other. Q bar 1 ആയതുകൊണ്ട് എന്ത് പറ്റും? Output of 555 becomes low. ഇതാണ് 555 ടൈമറിൻ്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം, അതിലെ ഓരോ സെഷൻസിൻ്റെയും വർക്കിംഗ്. ഇത് കൂടാതെ ഇവിടെ ഒരു ഡിസ്ചാർജിങ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഡിസ്ചാർജിങ് ട്രാൻസിസ്റ്റർ എന്താണെന്ന് അടുത്ത് പറയാം നമ്മൾ. ഓക്കെ, അപ്പം നമുക്ക് ഇനി PWM മോഡുലേറ്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ 555 IC മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് 555 IC യൂസ് ചെയ്തിട്ട്. ഇതിലെ ഈ ഡോട്ടഡ് ലൈനിൽ ഇന്റേണലായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ 555 ICയുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ്. വർക്കിംഗ് എക്സ്പ്ലനേഷൻ ഈസിയറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഔട്ടറിലുള്ള റെഡ് ലൈൻസ് എല്ലാം നമ്മുടെ ICക്ക് ഔട്ട്സൈഡിലുള്ള കണക്ഷൻസ് ആണ്. ഓക്കെ, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഹാസ് 1 സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് 1 കോസി സ്റ്റേബിൾ സ്റ്റേറ്റ്. എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ഇൻപുട്ട് ട്രിഗർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഗോസ് ടു കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് ആഫ്റ്റർ എ പ്രീ ഡിറ്റർമിൻഡ് ടൈം ഇറ്റ് കം ബാക്ക് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്. അതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇത്രയും ഓർത്തിരിക്കുക, നമ്മുടെ ഒരു ഇൻപുട്ട് ട്രിഗർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു കോസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ആ കോസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ടൈമിൽ അത് നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ നേരെ തിരിച്ച് നമ്മുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് മോണോ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു ഇൻപുട്ട് ട്രിഗർ അപ്ലൈ ചെയ്യുന്നത്. ഇൻപുട്ട് ട്രിഗർ എങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? സെക്കൻഡ് കമ്പറേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടേമിലേക്കാണ് നമ്മളുടെ ഇൻപുട്ട് ട്രിഗർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഇൻപുട്ട് ട്രിഗർ അപ്ലൈ ചെയ്യാം. നെഗറ്റീവ് ഇൻപുട്ട് ട്രിഗർ അപ്ലൈ ചെയ്യാം. എന്താ സംഭവിക്കുന്നത് നോക്കി. ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ 1/3 VCC ബിക്കംസ് ഗ്രേറ്റർ ദാൻ ട്രിഗർ വോൾട്ടേജ്. നോർമലി നമ്മുടെ ഇൻവേർട്ടിംഗ് ടേമിനൽ വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടേമിനൽ വോൾട്ടേജിനേക്കാളും ഹൈ ആണ്. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് കമ്പറേറ്റർ? കമ്പറേറ്റർ ഔട്ട്പുട്ട് ബിക്കംസ് ഹൈ. ഓക്കെ, ഈ കമ്പറേറ്റർ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സെറ്റ് ഇൻപുട്ടോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ സെറ്റ് ഇൻപുട്ടോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹൈ ആയി കഴിഞ്ഞാൽ നോർമലി Q ബാർ ഹൈ ആവും, സോറി Q ഹൈ ആവും, Q ബാർ ലോ ആവും. Q ബാർ ലോ ആവും. Q ബാർ ലോ ആയി കഴിഞ്ഞാൽ നമ്മളുടെ 555ന്റെ ഔട്ട്പുട്ട് ഹൈ കിട്ടും. ഇവിടെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഇത് ലോ ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഡിസ്ചാർജിങ് ട്രാൻസിസ്റ്റർ. ഡിസ്ചാർജിങ് ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ഓക്കെ, നമുക്ക് ആ വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്യാം. വേവ് ഫോം എന്താന്ന് നോക്കി. നമ്മളൊരു നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്തു. നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്തപ്പോൾ ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോയി. ഹൈയിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്? ഈ ട്രാൻസിസ്റ്റർ ഓഫാണ്. ഔട്ട്പുട്ട് ഹൈ ആണ്, ഈ ട്രാൻസിസ്റ്റർ ഓഫാണ്. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ ഒരു അനദർ ആക്ഷൻ ഇവിടെ പെർഫോം ചെയ്യും. എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ. ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? VCCന്ന് ത്രൂ R ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ചാർജ്. അതാണ് ഈ യെല്ലോ ഗ്രീൻ വേവ് ഫോം. ഇതിങ്ങനെ ചാർജ് ചെയ്ത് എവിടം വരെ ചാർജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് 2/3 VCC എത്തുന്നവരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് 2/3 VCC എത്തി. ഈ 2/3 VCC എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 2/3 VCC എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് നമുക്ക് 6th പിന്നിൽ കിട്ടുന്നത്, അതായത് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എത്രയാവും? 2/3 VCC ആവും. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ 2/3 VCC. അപ്പോൾ നോക്കിയേ, കമ്പറേറ്ററിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ആയി. കമ്പറേറ്റർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ബിക്കംസ് ഹൈ. ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ, കമ്പറേറ്റർ ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? റീസെറ്റ് പിൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിക്കംസ് ഹൈ. റീസെറ്റ് ഇൻപുട്ട് ഹൈ ആയി. റീസെറ്റ് ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് ഗോസ് ടു റീസെറ്റ്
state. Reset state എന്ന് വെച്ചാൽ Q becomes 0, Q bar becomes 1. Q bar 1 ആയി. Q barനെ ഇൻവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മോണോസ്റ്റേബിൾ ഔട്ട്പുട്ട് വേഗം എന്ത് ചെയ്യും, ലോയിലേക്ക് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ലോയിലേക്ക് പോകുക മാത്രമല്ല, വേറൊരു കാര്യം കൂടി സംഭവിക്കോടെ. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ട്രാൻസിസ്റ്റർ ഓണായി. ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്ററിലെ വോൾട്ടേജിന് ഒരു ഡിസ്ചാർജിങ് പാത്ത് കിട്ടും. കപ്പാസിറ്റർ എന്ത് ചെയ്യും? ത്രൂ ട്രാൻസിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അതാണ് ഓൾ ഓഫ് എ സഡൻ കപ്പാസിറ്റർ വോൾട്ടേജ് സീറോയിലേക്ക് പോകുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മോണോസ്റ്റേബിൾ മൾട്ടിമീറ്ററിന്റെ വർക്കിംഗ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഒരു നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുന്നു. നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോകുന്നു. ഹൈയിലേക്ക് പോയിട്ട് എത്ര നേരം ഹൈയിൽ നിൽക്കും? കപ്പാസിറ്റർ വോൾട്ടേജ് ഈക്വൽ ടു 2/3 VCC. 2/3 VCC എത്തുന്നവരെ ഇത് ഹൈയിൽ റീറ്റെയിൻ ചെയ്യും. whenever capacitor voltage equal to 2/3 VCC, monostable output become low. ഇതാണ് മോണോസ്റ്റേബിൾ. ഈ മോണോസ്റ്റേബിളിന്റെ ഔട്ട്പുട്ടിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ പൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടൈം ടേക്കൺ ബൈ കപ്പാസിറ്റർ ടു ചാർജ് അപ് ടു 2/3 VCC. ഒരു കപ്പാസിറ്റർ 2/3 VCC വരെ ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുത്തു? ആ ടൈം കോൺസ്റ്റന്റ് ആണ് മോണോസ്റ്റേബിൾ ഔട്ട്പുട്ടിന്റെ വിഡ്ത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആരാണ് ഈ 2/3 VCC എന്ന് പറയുന്നത്? 2/3 VCC ആരാണ്? നമ്മുടെ ഫസ്റ്റ് കമ്പറേറ്ററിന്റെ റെഫറൻസ് വോൾട്ടേജ് ആണ്. ഇവിടെ ഒരു 2/3 VCC വരുന്നതുകൊണ്ടാണ് ത്രെഷോൾഡ് വോൾട്ടേജ് 2/3 എബോവ് ആകുമ്പോൾ ഇത് ഹൈ ആവുന്നത്. ഈവൻ ഇൻ കേസ് ഈ 2/3 VCC ഇനി ഞാൻ വേരി ചെയ്ത് ഒരു ലോ വോൾട്ടേജ് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിന് അത്രയും ലോ വോൾട്ടേജ് വരെ ചാർജ് ചെയ്താൽ മതി. ആ സമയത്ത് കമ്പറേറ്റർ 1 ട്രിഗർ ആകും. കറസ്പോണ്ടിങ് ആയിട്ട് കപ്പാസിറ്റർ ലോയിലേക്ക് പോകും. നമ്മുടെ മോണോസ്റ്റേബിൾ ഔട്ട്പുട്ടും ലോയിലേക്ക് പോകും. അപ്പം നോക്കിയേ, ഇവിടെ നമ്മുടെ പൾസിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്തു. അപ്പോൾ പൾസിന്റെ വിഡ്ത്ത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? നമ്മളുടെ കമ്പറേറ്റർ 1ന്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദി വിഡ്ത്ത് ഓഫ് ദി പൾസ്. ഇതാണല്ലോ നമുക്ക് PWM മോഡുലേറ്ററിൽ വേണ്ടത്. പൾസിന്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യണം. അപ്പം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരു 5th പിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ വോൾട്ടേജ് പിന്നിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയില്ലേ? ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് ഓഫ് ഫസ്റ്റ് കമ്പറേറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ അപ്ലൈയിങ് എ വോൾട്ടേജ് അറ്റ് പിൻ 5. പിൻ 5 വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും റെഫറൻസ് വോൾട്ടേജ് ചേഞ്ച് ആവും. റെഫറൻസ് വോൾട്ടേജ് ചേഞ്ച് ആയി കറസ്പോണ്ടിങ് ആയിട്ട് എന്താവും? പൾസിന്റെ വിഡ്ത്ത് ചേഞ്ച് ആവും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പം ഇതാണ് നമ്മൾ PWM മോഡുലേറ്ററിൽ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ PWM മോഡുലേറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മോണോസ്റ്റേബിളിന്റെ സർക്യൂട്ട്. പോട്ടെ, PWM മോഡുലേറ്റർ. ഓക്കെ, അപ്പോൾ PWM മോഡുലേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? 5th പിന്നിലേക്ക് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുത്തു. സെക്കൻഡ് പിൻ എന്ന് പറഞ്ഞാൽ ട്രിഗർ പിന്നായിട്ട് നമ്മുടെ ക്യാരിയർ സിഗ്നൽ അപ്ലൈ ചെയ്തു. 3rd പിൻ നമ്മുടെ 555ന്റെ ഔട്ട്പുട്ട്. അതവിടെ നമുക്ക് PWM സിഗ്നൽ കിട്ടും. എങ്ങനെയാണ് PWM സിഗ്നൽ കിട്ടുന്നത്? 3rd പിന്നിൽ ഔട്ട്പുട്ടായിട്ട് നോക്കി. 5th പിന്നിൽ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലാണ് കൊടുക്കുന്നത്. ഓരോ ടൈമിലെയും മെസ്സേജ് സിഗ്നലിന്റെ വോൾട്ടേജ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ? ഡിഫറെൻറ്റ് വോൾട്ടേജ് ആണ് മെസ്സേജ് സിഗ്നലിൽ വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കമ്പറേറ്ററിന്റെ റെഫറൻസ് വോൾട്ടേജ് വേരി ചെയ്യും അല്ലേ? കമ്പറേറ്ററിന്റെ റെഫറൻസ് വോൾട്ടേജ് വേരി ചെയ്താൽ നമുക്ക് പൾസിന്റെ വിഡ്ത്ത് വേരി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാരിയർ പൾസ് കൺസിഡർ ചെയ്യും. ഇതൊരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ തന്നെയാണ്. അതിലേക്ക് 5th പിന്നിലേക്ക് ഒരു മോഡുലേറ്റിംഗ് സിഗ്നലും കൂടി അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ നമ്മൾ വർക്കിംഗ് എങ്ങനെയാണ് പറയുന്നത്? നമ്മളൊരു ട്രിഗർ ഇൻപുട്ടായിട്ട് നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ ഇവിടെ ട്രിഗർ ഇൻപുട്ട് എന്താ? കാരിയർ സിഗ്നലായ നെഗറ്റീവ് ട്രെയിലിംഗ് എഡ്ജ് വരുമ്പോൾ വാട്ട് ഹാപ്പൻഡ്? മോണോസ്റ്റേബിളിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നേരെ ഹൈയിലേക്ക് പോകും. ഹൈയിലേക്ക് പോയിട്ട് ഹൈയിൽ എത്ര നേരം നിൽക്കും, അല്ലെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് ഓഫ് ദി പൾസ് ആരാ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ ടൈമിലെ 5th പിന്നിലെ വോൾട്ടേജ് ആണ്. 5th പിന്നിൽ എന്താ വോൾട്ടേജ്? നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ വോൾട്ടേജ്. ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൈം വരെ ഇത് ഓൺ ആയിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ ഇത് 0യിലേക്ക് പോകും.
ഇതേ സെയിം പ്രോസസ്സ് തന്നെ നെക്സ്റ്റ് നെഗറ്റീവ് എഡ്ജിലും നടക്കും. ഇതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നോക്കേ, ഈ ഒരു പോയിന്റിൽ ഇവിടെയാണ് നമുക്ക് മിനിമം മോഡുലേറ്റിംഗ് സിഗ്നൽ വോൾട്ടേജ് ഉള്ളത്. ആ ഒരു പോയിന്റിലെ പൾസിന്റെ വിഡ്ത്ത് ചെക്ക് ചെയ്തേ. പൾസ് വിഡ്ത്ത് ഈസ് വെരി ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ PWM മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ PWM മോഡുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നത്തിങ്, ഇറ്റ്സ് എ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ വിത്ത് മോഡുലേറ്റിംഗ് സിഗ്നൽ ആസ് ഫിഫ്ത്ത് ഇൻപുട്ട്. ഇപ്പൊ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഫിഫ്ത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ അഡ്വാൻറ്റേജ് വരുന്നത് ഒന്നും കൂടി പറഞ്ഞേക്കാം. നമ്മുടെ കൺട്രോളിംഗ് വോൾട്ടേജ് നമ്മൾ എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? ഫിഫ്ത്ത് ഇൻപുട്ട് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് കമ്പറേറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് കമ്പറേറ്ററിന്റെ റെഫറൻസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അതിന്റെ എഫക്റ്റ് എന്താണ്? കറസ്പോണ്ടിങ്ലി നമ്മുടെ കപ്പാസിറ്റർ അത്രയും ചാർജ് ചെയ്താൽ മതി. ഇവിടെ എന്താണോ വോൾട്ടേജ് വരുന്നത് അതാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്. അത്രയും കപ്പാസിറ്റർ വോൾട്ടേജ് ആയി കഴിയുമ്പോൾ കമ്പറേറ്റർ ഔട്ട്പുട്ട് ഹൈ ആയി നമ്മളുടെ മോണോസ്റ്റേബിൾ ഔട്ട്പുട്ട് ലോ ആവും. ഓക്കെ, ഇതാണ് PWM മോഡുലേറ്റർ. ഇതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിച്ചെന്നേ ഉള്ളൂ. PWM വേവ് ഫോം തന്നെ. ഇതിൽ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓരോ കാരിയർ പൾസിന്റെയും നെഗറ്റീവ് എഡ്ജിൽ വരുന്ന പൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ടൈമിലെ കാരിയർ പൾസിന്റെ നെഗറ്റീവ് എഡ്ജിലെ മെസ്സേജ് സിഗ്നൽ വോൾട്ടേജുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. PWM സിഗ്നൽ വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മെസ്സേജ് സിഗ്നൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ഓക്കെ, this is the PWM waveform. Next scheme is pulse position modulation. എന്താണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ എന്തായിരിക്കും നമുക്ക് വേരി ചെയ്യേണ്ടത്? പൾസിന്റെ പൊസിഷൻ വേരി ചെയ്യണം അല്ലെ? ഒരു പൊസിഷൻ മാറി എന്ന് പറയണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് വേണം. ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന കാരിയർ പൾസിന്റെ പൊസിഷനാണ്. കാരിയർ പൾസിന്റെ പൊസിഷനെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ പൾസിന്റെ പൊസിഷൻ വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട്? അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഒന്ന് ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. PPM ഈസ് എ പൾസ് മോഡുലേറ്റിംഗ് സ്കീം ഇൻ വിച്ച് പൊസിഷൻ ഓഫ് ഈച്ച് പൾസ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഓഫ് കാരിയർ പൾസ് വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ പൾസിന്റെ പൊസിഷൻ വേരി ചെയ്യുവാണ് പൾസ് വിത്ത് മോഡുലേഷനിൽ ചെയ്യുന്നത്. വേവ് ഫോം എങ്ങനെയാന്ന് നോക്കിക്കേ. പൾസ് പൊസിഷൻ മോഡുലേഷനിൽ ഒരു സൈൻ വേവ് മെസ്സേജ് സിഗ്നൽ ആയിട്ട് കൺസിഡർ ചെയ്തു. കാരിയർ ആയിട്ട് പൾസ് സിഗ്നൽ. PPM സിഗ്നൽ കൺസിഡർ ചെയ്തേ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡും സെയിം ആണ്, എല്ലാ പൾസിന്റെയും വിഡ്ത്തും സെയിം ആണ്. ഇവിടെ എന്താ വേരി ചെയ്യുന്നത് നോക്കിയേ. ഓരോ കാരിയർ പൾസിനെയും വിത്ത് റെസ്പെക്ട് ചെയ്ത് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേരി ചെയ്യുന്നു. ഫസ്റ്റ് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് T1 ആണ്. ഇനി ഈ ഒരു പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇസ് റെഫറൻസ് കാരിയർ ചെക്ക് ചെയ്ത ഇതാണ് നമ്മളിന്റെ റെഫറൻസ് കാരിയർ. അതുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് T2. ഓക്കെ, അതായത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, അത് T1േക്കാളും ഹയർ ആണ്. എന്താ കാര്യം? ആ ടൈമിലെ മെസ്സേജ് സിഗ്നലിന്റെ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് വോൾട്ടേജ്. നമുക്ക് രണ്ട് വോൾട്ടേജ് കൺസിഡർ ചെയ്യാം. രണ്ട് വോൾട്ടേജ് ഞാൻ എടുക്കുക, V1 ആൻഡ് V2. V1 ആൻഡ് V2. ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 ആണ്. അത് ഒബ്വിയസ് ആണ്. ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. V1 V2േക്കാളും കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? V1 കറസ്പോണ്ടിങ് ആയിട്ട് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് T1. ദി പൾസ് ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് V2 ഈസ് T2. എന്താ? T1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T2 ആണ്. അതായത് V1 ഹയർ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് T1 ഈസ് ഓൾസോ ഹയർ കമ്പയർഡ് ടു T2. അപ്പോൾ ഓരോ ടൈമിലെയും PPM സിഗ്നലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് അറ്റ് ദാറ്റ് ടൈം ഓഫ് മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന്റെ ആ ടൈമിലെ വോൾട്ടേജുമായിട്ട് പ്രൊപ്പോർഷൻ ആണ് PPM സിഗ്നലിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് PPM മോഡുലേറ്റർ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് സിമ്പിൾ ആണ് PPM മോഡുലേറ്റർ. ഇവിടെയും നമ്മൾ 555 IC മോണോസ്റ്റേബിൾ മോഡിൽ വർക്ക് ചെയ്യിക്കുന്നു.
ഇവിടെ നമ്മൾ PWM സിഗ്നലിൽ നിന്നാണ് PPM സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. PWM സിഗ്നലിനെ നമ്മൾ ട്രിഗർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. PWM സിഗ്നലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ ട്രിഗർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്? കാരിയർ പൾസ് ആയിരുന്നു. കാരിയർ പൾസിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹിയർ വി ആർ ഗിവിംഗ് PWM സിഗ്നൽ ആസ് ട്രിഗർ ഇൻപുട്ട്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് നോക്കിയേ. ഒരു PWM സിഗ്നൽ ട്രിഗർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ PWM സിഗ്നൽ ട്രിഗർ ഇൻപുട്ട് ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ദിസ് ഈസ് ദി കൺസിഡർ വൺ പൾസ് ഓഫ് PWM സിഗ്നൽ. PWM സിഗ്നലിന്റെ നെഗറ്റീവ് എഡ്ജിൽ എന്ത് സംഭവിക്കും? മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്ത എന്താണ് ഔട്ട്പുട്ട് എന്താവും? ഗോസ് ടു ലോ ടു ഹൈ ആൻഡ് ആഫ്റ്റർ predetermined time it come back to low state. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. നോക്കേ, ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, കാരിയർ സിഗ്നൽ, PWM സിഗ്നൽ. PWM സിഗ്നലിന്റെ നെഗറ്റീവ് എഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോകും. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, predetermined ടൈം കഴിയുമ്പോൾ അത് കം ബാക്ക് ടു ലോ സ്റ്റേറ്റ്. ആൻഡ് നെക്സ്റ്റ് PWM സിഗ്നലിന്റെ നെഗറ്റീവ് എഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? സെയിം തിങ് വിൽ ഹാപ്പൻ. Output goes from 0 to high and after predetermined time it comes back to 0 state. ഇതാണ് എല്ലാ നെഗറ്റീവ് എഡ്ജിലും നടക്കുന്ന കാര്യം. PWM സിഗ്നൽ നെഗറ്റീവ് എഡ്ജിൽ നടക്കുന്ന. ഇവിടെ എന്താ സംഭവിക്കുന്നത്? PWM സിഗ്നലിന്റെ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ്, PPM സിഗ്നലിന്റെ ഡിസ്പ്ലേസ്മെന്റ്. PWM സിഗ്നലിന്റെ വിഡ്ത്ത് കുറവാണെങ്കിൽ PPM സിഗ്നലിന്റെ ഡിസ്പ്ലേസ്മെന്റും കുറവായിരിക്കും. ഇനി PWM സിഗ്നലിന്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ PPM ഡിസ്പ്ലേസ്മെന്റ് ഓഫ് PPM സിഗ്നൽ ഈസ് ഓൾസോ ഗ്രേറ്റർ. നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ഓർ പൊസിഷൻ ഓഫ് PPM സിഗ്നൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി PWM സിഗ്നൽ. ഓക്കെ, ഇനി PWM സിഗ്നൽ വിഡ്ത്ത് എന്തിനു പ്രൊപ്പോർഷണൽ ആണ്? എഗെയിൻ പ്രൊപ്പോർഷണൽ ടു ദി മെസ്സേജ് സിഗ്നൽ വോൾട്ടേജ്. അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പറയാം? PPM സിഗ്നൽ പൊസിഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മെസ്സേജ് സിഗ്നൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? വൺസ് ഫോർ ഐ വിൽ എക്സ്പ്ലെയിൻ. അതായത് PPM സിഗ്നലിന്റെ പൊസിഷൻ ഫ്രം കാരിയർ സിഗ്നലിൽ നിന്ന് വിത്ത് റെസ്പെക്ട് ടു PPM സിഗ്നലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? PWM സിഗ്നലിന്റെ വിഡ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യം എന്താ? PWM സിഗ്നലിന്റെ നെഗറ്റീവ് എഡ്ജിൽ മാത്രമേ നമുക്ക് മോണോസ്റ്റേബിളിന് ഒരു ഔട്ട്പുട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ വിഡ്ത്തിന് PWM സിഗ്നലിന്റെ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആണ് PPM സിഗ്നലിന്റെ പൊസിഷൻ. ഇനി PWM സിഗ്നലിന്റെ വിഡ്ത്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? PWM സിഗ്നൽ വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു instantaneous amplitude of message signal. Then we can say that the position of pulse in PPM signal is directly proportional to instantaneous voltage of message signal. ഇതാണ് PPM modulator. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ PWM ഡിമോഡുലേറ്റർ ഈ സെക്ഷനിൽ പറയുന്നില്ല. കാര്യം PWM മോഡുലേറ്ററും PPM മോഡുലേറ്ററും സെയിം സർക്യൂട്ട് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമല്ല. അതായത് 555 മോണോസ്റ്റേബിൾ സർക്യൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ കവർ ചെയ്ത് പോയത്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്ത ടോപ്പിക്സ്. എന്തൊക്കെ ആദ്യം നമ്മൾ കണ്ടു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ കണ്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ, കണ്ടിന്യൂസ് മോഡുലേഷൻ ഉണ്ട്, പൾസ് മോഡുലേഷൻ ഉണ്ട്. അതിൽ കണ്ടിന്യൂസ് മോഡുലേഷൻ ഓൾറെഡി കവേർഡ് ഇൻ സെമസ്റ്റർ 3. പൾസ് മോഡുലേഷൻ ടെക്നിക് സ്കീംസ് ആണ് നമ്മൾ ഈ സെമസ്റ്ററിലെ ഫസ്റ്റ് മോഡൽ കവർ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ PAM ഡിസ്കസ് ചെയ്തു. PAMന്റെ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ സർക്യൂട്ട്. ദെൻ കം ടു PWM മോഡുലേറ്റർ സർക്യൂട്ട്. ദെൻ നെക്സ്റ്റ് വീക്ക് കംസ് ടു PPM മോഡുലേറ്റർ സർക്യൂട്ട്. ഓക്കെ, ജിൽന. ഓക്കെ മാം, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം വന്നിട്ടുള്ളത്. അതായത് എക്സ്പ്ലെയിൻ ദ ഡിമോഡുലേഷൻ ഓഫ് PA എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, നമുക്കൊരു കുറച്ച് സമയം കൂടി ഉണ്ട് സെഷന്. വി ഹാവ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാറ്റിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മാം, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഡിമോഡുലേഷൻ ഓഫ് PAM. ഓക്കെ,
PAM ഡിമോഡുലേറ്റർ ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. അതായത് ഇതിൽ 2 ബ്ലോക്കേ ഉള്ളൂ നമുക്ക് PAM സിഗ്നലിനെ. ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് ഉണ്ട്, ഒരു ലോ പാസ് ഫിൽറ്ററും ഉണ്ട്. PAM സിഗ്നൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ PAM വേവ് ഫോം. PAM വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. ഓരോ കാരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതിനെ നമ്മൾ ഈ ഒരു PAM സിഗ്നലിനെ നമ്മൾ ഡിമോഡുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്മൂത്ത് ആൻഡ് മെസ്സേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഡിമോഡുലേറ്ററിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ തിരിച്ച് ഡിമോഡുലേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇതിന് വേണ്ടി 2 ബ്ലോക്ക്, നമുക്കൊരു ഹോൾഡിംഗ് സർക്യൂട്ടും വേണം, ഒരു ലോ പാസ് ഫിൽറ്ററും വേണം. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. പാസീവ് ലോ പാസ് ഫിൽറ്ററും ആക്റ്റീവ് ലോ പാസ് ഫിൽറ്ററും എല്ലാം നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഹോൾഡിംഗ് സർക്യൂട്ടാണ് നിങ്ങൾക്ക് അൺനോൺ തിങ്. അപ്പോൾ ഹോൾഡിംഗ് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു സിമ്പിൾ ഹോൾഡിംഗ് സർക്യൂട്ട്. സിമ്പിൾ ഹോൾഡിംഗ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്വിച്ച്. അതൊരു FET സ്വിച്ച് ആകാം, BJT സ്വിച്ച് ആകാം. നമ്മൾ മോഡുലേറ്ററിലാണെങ്കിൽ FET സ്വിച്ച്. നോർമലി നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ FET സ്വിച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദി FET ഈസ് ഗ്രേറ്റർ ദാൻ BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FETയുടെ സ്പീഡ് ഹയർ ആണ്. അതുകൊണ്ട് FET ആണ് നമ്മൾ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഇനിഷ്യലി സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന PAM സിഗ്നലാണ്. ഇതാണ് ഒരു പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സൈൻ വേവിന്റെ ഒരു പോർഷൻ ഓഫ് സൈൻ വേവ് മാത്രം എടുത്തിരിക്കുകയാണ്. PAM സിഗ്നൽ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നു. PAM സിഗ്നലിന്റെ പോസിറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിൽ എന്ത് ചെയ്യും? നമ്മൾ സ്വിച്ചിനെ ക്ലോസ് ചെയ്യും. സ്വിച്ചിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ഓൺ ആവും. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോസ് ഫ്രം ഇൻപുട്ട് ടു ഗ്രൗണ്ട് ത്രൂ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ നോർമൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഇതാണ് ആ കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എങ്ങോട്ട് ചാർജ് ചെയ്യും? കപ്പാസിറ്ററിന്റെ ഇൻപുട്ടായിട്ട് വരുന്ന വോൾട്ടേജ് ഏതാണോ അതിലേക്കാണ് കപ്പാസിറ്റർ വേഗം ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്താ? PAM സിഗ്നലിന്റെ പീക്ക് വാല്യൂ. ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ആ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ഓൾ ഓഫ് എ സഡൻ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഇതിന്റെ നെഗറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ ഫോളിംഗ് എഡ്ജിൽ നമ്മൾ സ്വിച്ചിനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കപ്പാസിറ്റർ അക്രോസ് ചാർജ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇതിന് ഡിസ്ചാർജ് ചെയ്യാൻ പാത്തൊന്നുമില്ല, ഇത് ഓപ്പൺ ആണ്. ഈ കപ്പാസിറ്റർ ആ വോൾട്ടേജിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. അതുകൊണ്ടാണ് ഇതിനെ ഹോൾഡിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹോൾഡ് ചെയ്ത് എവിടം വരെ നിൽക്കും? ഹോൾഡ് ചെയ്ത് നിന്ന് നെക്സ്റ്റ് പൾസ് വരുന്നവരെ. നെക്സ്റ്റ് പൾസിന്റെ റൈസിംഗ് എഡ്ജിൽ എഗെയിൻ സെയിം തിങ് വിൽ ഹാപ്പൻ. എന്ത് ചെയ്യും? നമ്മൾ സ്വിച്ചിനെ ഓൺ ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജസ് ടു വോൾട്ടേജ് ഓഫ് PAM പൾസ് അറ്റ് ദാറ്റ് ടൈം. ആ ടൈമിലെ PAM പൾസിന്റെ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. അതായത് എന്താ, ഇവിടെ എന്താ വോൾട്ടേജ് ആയി? ഇതാണ് വോൾട്ടേജ്. എന്ത് ചെയ്യും? കപ്പാസിറ്റർ വോൾട്ടേജ് നേരെ ഡിക്രീസ് ചെയ്ത് ആ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. അതങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ഈ സെയിം തിങ് തന്നെ എല്ലാ PAM പൾസിലും നടക്കും. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്റ്റെയർ കേസ് വേവ് ഫോം ആയിരിക്കും നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഇതാണ് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട്. പക്ഷേ ഈ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരിക്കലും ഡിമോഡുലേറ്റർ സിഗ്നൽ തരുന്നില്ല. ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. ഇത് ഡിമോഡുലേറ്റർ സിഗ്നൽ അല്ല, ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് മാത്രമാണ്. ഈ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കൊടുത്താലാ ഡിമോഡുലേറ്റർ സിഗ്നൽ കിട്ടുന്നേ? നോക്കേ, ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഡിമോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുള്ളൂ. ഇതിനെന്ത് ചെയ്തു? നേരെ ലോ പാസ് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തു. ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യും? ഇറ്റ് പാസസ് ദി ലോ ഫ്രീക്വൻസി ആൻഡ് ഫിൽറ്റർ ഔട്ട് ദി ഹൈ ഫ്രീക്വൻസി. ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സ്മൂത്തൻ വേവ് ഫോം കിട്ടും. അതാണിത്. അപ്പം ഇത് ലോ പാസ് ഫിൽറ്റർ എന്തുകൊണ്ട് ഈ സ്മൂത്തൻ വേവ് ഫോം തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഹൈ ഫ്രീക്വൻസി ട്രാൻസിഷനെ കട്ട് ചെയ്യും. ഇവിടെ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വേവ് ഫോമിൽ ഹൈ ഫ്രീക്വൻസി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വരുന്ന ഹൈ ടു ലോ ട്രാൻസിഷൻസ് ആണ്, അല്ലെങ്കിൽ ലോ ടു ഹൈ ട്രാൻസിഷൻസ് ആണ് ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. ആ ട്രാൻസിഷൻസിനെ എപ്പോഴും ലോ പാസ് ഫിൽറ്റർ കട്ട് ചെയ്യും. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിന്റെ ഒരു സ്മൂത്തൻ വേവ് ഫോം ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്തോളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ തന്നെ. കപ്പാസിറ്ററിന്റെ
ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ സ്മൂത്തൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്മൂത്തൺ വേവ് ഫോം കിട്ടും. ഈ വേവ് ഫോമും ഈ PAM സിഗ്നലിന്റെ ഔട്ട്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ, ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇങ്ങനെയാണ് നമ്മൾ PAM ഡിമോഡുലേറ്റർ സർക്യൂട്ടിൽ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. മാം ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് Okay. PPM മോഡുലേറ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. PPM മോഡുലേറ്റർ. PPM മോഡുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം മോണോസ്റ്റേബിൾ മൾട്ടിവേബ്രേറ്റർ, ഒരു മിനിറ്റ്, ഓക്കെ, PPM ആണല്ലേ ജൽന? അതെ മാം, PPM ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, PPM മോഡുലേറ്ററും BWM മോഡുലേറ്ററും 555 ടൈമർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 555 ടൈമറിനെ ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് PPM മോഡുലേറ്റർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ നമ്മൾ പറഞ്ഞതാണ്. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് ഒരു ഇൻപുട്ടായിട്ട് ഒരു PWM സിഗ്നൽ വേണം. അല്ല സോറി, ഒരു ട്രിഗർ വേണം. ഇൻപുട്ടായിട്ട് ഒരു ട്രിഗർ വേണം. ആ ട്രിഗറായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? PWM സിഗ്നലാണ്. അപ്പോൾ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഞാൻ പറയാം. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ ഒരു നെഗറ്റീവ് ട്രിഗർ ഒക്കർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകും. ഒരു പ്രീ ഡിറ്റർമിൻഡ് ടൈം അത് ഹൈ നിൽക്കും. അഗെയിൻ ഇറ്റ് കം ബാക്സ് ടു ലോ. ഇതാണ് നടക്കുന്നത്. ഇവിടെ ഈ ട്രിഗറായിട്ട് എന്താ കൊടുക്കുന്നത്? PWM സിഗ്നൽ ഈസ് യൂസ്ഡ് ആസ് എ ട്രിഗർ ഇൻപുട്ട് ഫോർ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇപ്പം എന്ത് സംഭവിക്കും? PWM സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജിൽ വി വിൽ ഗെറ്റ് എ പൾസ്. ഈ പൾസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, സെയിം ആസ് ഇൻ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് ഈ പറയുന്ന പോലെ വിഡ്ത്ത് ഈസ് കോൺസ്റ്റന്റ്. ഇതാണ് ഈ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? PWM സിഗ്നൽ ട്രിഗറായിട്ട് അപ്ലൈ ചെയ്യുന്നു. PWM സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജിൽ നമുക്കൊരു ഹൈ പൾസ് മോണോസ്റ്റേബിൾ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇത് ഒരു പ്രീ ഡിറ്റർമിൻഡ് ടൈമിൽ മാത്രമേ ഹൈ ആയിട്ട് നിൽക്കുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ടൈം ഇറ്റ് കം ബാക്സ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ് ലോ. ഇനി അടുത്ത PWM സിഗ്നൽ നെഗറ്റീവ് പൾസിൽ എന്ത് ചെയ്യും? അടുത്തൊരു സെയിം പൾസ് വി വിൽ ഗെറ്റ് അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഓരോ PWM സിഗ്നലിൻ്റെയും നെഗറ്റീവ് എഡ്ജിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റന്റ് പൾസ് വിഡ്ത്തും ഉള്ള ഒരു പൾസസ് ഔട്ട് ചെയ്യും മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഈ പൾസ് ഒക്കറയുന്ന ടൈം, PPM സിഗ്നലിലെ പൾസ് ഒക്കറയുന്ന ടൈം എപ്പോഴാണ്? നമ്മുടെ PWM സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജിലാണ് പൾസ് ഒക്കറയുന്നത്, അല്ലേ? അപ്പോൾ PWM സിഗ്നലിൻ്റെ വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മുടെ PPM സിഗ്നലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ T1 എന്ന് പറയുന്നത് ഫസ്റ്റ് PWM സിഗ്നലിൻ്റെ വിഡ്ത്താണ്. ഇനി T2 എന്ന് പറയുന്നത് ഈ PWM സിഗ്നലിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ PWM സിഗ്നലിൻ്റെ വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ വേരിയേഷൻ PPM സിഗ്നലിൻ്റെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാലോ, PPM സിഗ്നലിൻ്റെ പൊസിഷൻ ഓഫ് pulses in PPM signal is directly proportional to the width of PWM signal. PWM signal widthന് proportional ആണ്. Next, we already know that PWM signal width is proportional to the message signal instantaneous voltage. Message signalന്റെ instantaneous voltageന് proportional ആണ് PWM signalന്റെ width. അപ്പോൾ ഈ PWM സിഗ്നലിൻ്റെ വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ് PPM സിഗ്നലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ പൊസിഷൻ ഓഫ് PPM സിഗ്നൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെസ്സേജ് സിഗ്നൽ വോൾട്ടേജ്. ഓക്കെ ഓക്കെ മാം, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ അല്ലേ? ഓക്കെ
ഒരു മിനിറ്റ്, ഞാൻ ഒരു ആക്ടിവിറ്റി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതും okay, കൂടെ ഷെയർ ചെയ്യാം. okay. ഓക്കെ, അപ്പം നമ്മൾ ഈ സെക്ഷനിൽ 3 ടൈപ്പ് മോഡുലേഷൻ സ്കീംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഡിസ്കഷനെ ബേസ് ചെയ്ത് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുക. ഈ 3 അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക്സും ഒന്ന് കമ്പയർ ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും എല്ലാം ഉള്ളതാണ്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് പോയില്ല അത്രയും ഡീറ്റെയിലേക്ക്. അപ്പം നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അതിനെ കമ്പയർ ചെയ്യുക. അതിൻ്റെ ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഈച്ച് സ്കീം. ഈ 3 സ്കീമും നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ആപ്ലിക്കേഷനിൽ. ചിലത് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. PWM എല്ലാം നമ്മൾ IoTസിലും എംബഡഡ് സിസ്റ്റത്തിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. ഏതൊരു മൈക്രോ കൺട്രോളർ എടുത്താലും ഒരു PWM മോഡ്യൂൾ നമുക്ക് കാണാം. എന്താണ് ആ PWM മോഡ്യൂളിന്റെ സിഗ്നിഫിക്കൻസ്? അതേപോലെ PPM ആയാലും വളരെ റീസെൻ്റ്ലി കറണ്ട് ആയിട്ടുള്ള പല ടെക്നോളജീസിലും യൂസ് ചെയ്യുന്നതാണ്. PVAയും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളൊരു ഫ്ലിപ്പ് ക്ലാസ് നിങ്ങളുടെ കൺസേൺ ഫാക്കൽറ്റീസ് എടുക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അത് കൺസേൺ ഫാക്കൽറ്റീസിന് ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ റെഫറൻസ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിലബസിൽ പറയാത്തൊരു ബുക്കാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ബൈ സഞ്ജയ് ശർമ്മ. ഈ സഞ്ജയ് ശർമ്മയുടെ ബുക്ക് വളരെ നല്ലതാണ്. നമ്മളുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് സഞ്ജയ് ശർമ്മ. ഇത് റെഫർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഗുഡ് റെഫറൻസ് ബുക്കാണ് ടോപ്പ് ആൻഡ് ഷെല്ലിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ 2 ബുക്കും ഫസ്റ്റ് മോഡ്യൂളിന് റെഫർ ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ ജിൽന, എനിത്തിങ് എൽസ്? ഓക്കെ മാം. ഇല്ല, വേറെ കമന്റ്സ് ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. So on behalf of Sitter and all the participants, I'm thanking you once again for this very informative session. Ma'am വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മോഡുലേഷൻ സ്കീംസ്, അനലോഗ് പൾസ് മോഡുലേഷൻ സ്കീംസ് എക്സ്പ്ലെയിൻ ചെയ്തു. I think the participants, it's all clear. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. So thank you ma'am, and for hosting this session I am thanking Sriraj sir also. Thank you sir. Okay, thank you Sriraj sir, thank you Jilna, and thanks for all participants for listening.